രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൻ്റെ വിവാദങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവിടെ ഈ രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. രാഹുൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട നിരവധി പേർ ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. അതിൽ വിൻസെൻറ്റിൻ്റെ അടക്കമുള്ള പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും നടപടിയെടുക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ശരിയല്ലെന്ന് കൂടിയിട്ട് പിണറായി വിജയൻ പറയുന്നുണ്ട്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം. നൗഫൽ, നിലവിൽ CPM അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ജോസഫൈൻ മുമ്പൊരിക്കൽ പറഞ്ഞ് വാദം വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി കോടതി അല്ലെ പാർട്ടി പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെയാണ് ഞങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ള. ഇന്ന് പിണറായി വിജയൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ അത്തരം ആരോപണം ശരിയല്ല, തങ്ങൾക്കെതിരെ ആരോപണം. നമുക്കറിയാം മുകേഷിനെതിരെയുള്ള കേസ് മുന്നിലുണ്ട്. മുമ്പാകട്ടെ PK ശശിയുണ്ട്, P ശശിയുണ്ട്, ഗോപി കോട്ടമുറിക്കലുണ്ട്. ഇതിലൊക്കെ എന്താണ് CPM സ്വീകരിച്ച സമീപനം എന്നത് കൂടിയിട്ട് മുന്നിലുണ്ട്. അപ്പോൾ ഇതിലൊരു പൊരുത്തക്കേടില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് അതൊരു നൈതികത നോക്കിയിട്ടൊന്നുമല്ല സത്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അവർക്ക് നേട്ടമുണ്ടോ, അവർക്ക് ദോഷം ചെയ്യുമോ എന്ന് നോക്കിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സീസണാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്ന് ഈ പാർട്ടികൾക്കൊക്കെ അറിയാം. അതിനനുസരിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പാർട്ടികൾ ചെയ്യുക. ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനമല്ല മുഖാമുഖം പരിപാടിയാണ് അല്ലേ നടത്തി. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രി ഇത്തരം ചോദ്യങ്ങളെ സ്കിപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് അനിഷ്ടകരമായ ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഒന്നോ രണ്ടോ വാചകത്തിൽ മറുപടിയും ഒരു ചിരിയും പാസ്സാക്കി വിടുന്നു. അല്ലാതെ നേരത്തെ തയ്യാറാക്കി വെച്ച ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളിൽ ദീർഘനേരം എഴുതി തയ്യാറാക്കിയ ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇന്ന് മുകേഷിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയിലേക്കൊന്നും പോകാത്തത് എന്നുള്ളത്. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതായത് കോൺഗ്രസിൻ്റെ നടപടി മാതൃകാപരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കാരണമായി ഇപ്പം സുകേഷ് സൂചിപ്പിച്ച കാര്യമാണ് പറയുന്നത്. അതായത് നേരത്തെ ജയിലിൽ കിടന്ന MLA മാരുണ്ട്, അവർക്കെതിരെ അന്ന് നടപടിയൊന്നും എടുത്തിട്ടില്ല, അവരിപ്പോഴും കോൺഗ്രസ്സിലുണ്ട്, MLA മാരായി തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം മുകേഷിനുള്ള മറുപടി ആയോ അത് എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണോ CPM തീരുമാനം എടുക്കേണ്ടത്? അല്ലല്ലോ. ഈ CPM ഒരു പാർട്ടിയാണല്ലോ. CPM-ൻ്റെ അണികളോട് അവർക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാൻ സാധിക്കുക? ആരോപണ വിധേയൻ എന്ന് മാത്രമല്ല, കേസിൽ പ്രതിയായ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിലെ ഒരു MLA അവിടെ തുടരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തുടരുന്നു എന്ന് കോൺഗ്രസിന് ഇപ്പോൾ ന്യായമായും ചോദിക്കാവുന്നതാണ്. കാരണം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് എപ്പോഴാണ്? ഒരു ആരോപണം വന്നപ്പോൾ മാത്രമാണ്. ഒരു ഓഡിയോ സന്ദേശം വന്നപ്പോൾ ആ ഓഡിയോ സന്ദേശം ജനങ്ങളെല്ലാം കേട്ടു, കോൺഗ്രസ്സുകാരും കേട്ടു. ആ ഓഡിയോ സന്ദേശത്തിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ വേളയിൽ അദ്ദേഹത്തെ പ്രാഥമികാന്തത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഇടയ്ക്ക് കോൺഗ്രസിന് സംഭവിച്ച വലിയൊരു പിഴവുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷനിലായി എന്നുള്ള പ്രഖ്യാപനത്തിൽ മാത്രം ആ കാര്യങ്ങൾ ഒതുങ്ങി എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുരുക്കിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെ വന്നാൽ ഇത് ഞങ്ങൾക്ക് തന്നെ നേട്ടമാകും എന്ന് കരുതി കോൺഗ്രസ്സുകാർ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴായി പാലക്കാട് വന്ന് പൊതുപരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും പ്രവർത്തിച്ചപ്പോഴും അതിനെ തടയാൻ KPCC പ്രസിഡന്റ് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോഴും അദ്ദേഹം ഇതുപോലെ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടിയിലല്ല പങ്കെടുക്കുന്നത്, തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടത് കൊണ്ട് പോകുന്നതാണ് എന്നൊക്കെ പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഇത്തരമൊരു ഇമേജിനുടമയാണ്, ഇത്തരമൊരു ഗുരുതരമായ ആരോപണം നിങ്ങളെ മേലെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറയാനുള്ള ത്രാണി എന്തുകൊണ്ടാണ് സണ്ണി ജോസഫ് കാണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് VD സതീശൻ കാണിക്കാതിരുന്നത്? അത് തന്നെയാണല്ലോ കോൺഗ്രസിന് ഇപ്പോൾ പറ്റിയ പിഴവത തന്നെയുള്ളൂ. അതുകൊണ്ട് അതാണല്ലോ കോൺഗ്രസ് അനുഭവിക്കുന്നത്. ആ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് കിട്ടിയതേയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പുറത്താക്കലിൻ്റെ ഗുണം ഒരുപക്ഷെ കിട്ടിയേക്കാമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് ഇപ്പം ഗോവിന്ദൻ മാഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ, പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്, അദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്താണ്,
കാട്ടിലാണെന്നാണ് പറയുന്നത്. കാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്തായാലും അത് പോട്ടെ, ഇനിയിപ്പോൾ അദ്ദേഹം ജയിലായി എന്ന് വെച്ചോ, അപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കാൻ പറ്റുമോ, തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, മറുപടി അതല്ലല്ലോ. അപ്പം നിയമം ഒരു ഒരു അല്ലെങ്കിൽ ധർമ്മവും സത്യവും ഒക്കെ ഒരു പാർട്ടിയിൽ മാത്രം, അല്ലെങ്കിൽ വേറെ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണല്ലോ. ഇതേ പ്രശ്നം കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വിൻസെൻ്റ് MLA യുടെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലുമൊക്കെ അന്ന് കോൺഗ്രസ് മൗനം അവലംബിക്കുകയായിരുന്നു. അന്ന് കോൺഗ്രസ് ശക്തമായ നടപടിയിൽ പോയിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. അന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, ഇന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ വേറൊരു കച്ചിത്തുരുമ്പുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നിർബന്ധിതമായ തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനം മാതൃകാപരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് എല്ലാ പാർട്ടികളും അവലംബിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് CPM-നും ബാധകം തന്നെയാണ്. CPM ഇപ്പോഴും ആ MLA-യും ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുക്കേണ്ട ജില്ലാ കമ്മിറ്റി അംഗമല്ലേ പത്മകുമാർ അല്ലേ, ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹത്തിൻ്റെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ രണ്ട് വശത്താണെങ്കിലും ഈ വിഷയത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതായത് ആരോപണ വിധേയരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അതത് പാർട്ടികൾ തയ്യാറാകണം. കാരണം ഇപ്പം എന്താ ശരിക്കും കോൺഗ്രസ് സംഭവിച്ചെന്താണ്, ഈ പാർട്ടിയുടെ ആശയമോ ആദർശമോ വെച്ച് പുലർത്തുന്നവർക്കല്ല, നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റി പവർ ഉള്ളവരെ പൊന്തിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിഭാഗം അണികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റി, റീൽസ്, ഷോർട്സ് ഇതെല്ലാം വെച്ച് സമൂഹത്തിൽ ഒരു പൊസിഷനിലെത്തുക, എന്നിട്ട് പിന്നെ അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കുക. അവരെന്ത് തോന്നിവാസം ചെയ്താലും അവരെ പിന്തുണയ്ക്കാൻ കുറച്ച് അണികളുണ്ടാവുക, അവർ വെട്ടുകിളികളായി മാറുക തുടങ്ങിയ അവസ്ഥയാണല്ലോ ഇപ്പോൾ നിലവിൽ തുടരുന്നത്. അതെല്ലാ പാർട്ടിക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ മാറ്റം വരണമെങ്കിൽ നിലവിലുള്ള നേതൃത്വം സ്വീകരിക്കേണ്ട മാതൃക എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടാൽ അവർക്കതൊരു നടപടി സ്വീകരിക്കുക, അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുക, അവരെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെല്ലാ പാർട്ടികളും ചെയ്യേണ്ടതാണ്. അത് CPM-നും ബാധകമാണ്. അതെ നിഷാദ്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ പല കാലങ്ങളിലായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊരു മാതൃക ജനങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെ സ്ത്രീകൾക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിയുന്നുണ്ട്. കാരണം ലൈംഗിക അതിക്രമ കേസുകളിൽ ഉൾപ്പെട്ടാൽ പാർട്ടിയിൽ കാണില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ പിന്നീട് ഉണ്ടാകില്ല, അവരേതെങ്കിലും പദവി വഹിക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകില്ല എന്നുള്ള ഉറപ്പിച്ച് പറയാനുള്ളൊരു ധൈര്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലേ? സത്യത്തിൽ അത് നേരത്തെ നൗഫൽ പറഞ്ഞ പോയിൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ഉയർന്ന നൈതിക ബോധ്യത്തെ മുൻനിർത്തിക്കൊണ്ടല്ല. അതത് സന്ദർഭത്തെ മറികടക്കാൻ എന്ത് സ്ട്രാറ്റജി എടുക്കാം? ഇപ്പോൾ സസ്പെൻഡ് ചെയ്താൽ ഇതിനെ മറികടക്കാൻ കഴിയുമോ? പിന്നീട് ഡിസ്മസൽ എടുത്താൽ ഇതിനെ മറികടക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഷോക്കോസ് കൊടുത്താൽ മറികടക്കാൻ കഴിയുമോ? ആഭ്യന്തര അന്വേഷണം നടത്തി മറികടക്കാൻ കഴിയുമോ? തീവ്രത കുറഞ്ഞ പീഡനം മാത്രമെന്ന് രേഖപ്പെടുത്തിയാൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ ആസൂത്രണമെന്ന് ആരോപിക്കാം. അങ്ങനെ എന്തൊക്കെ സാധ്യതകൾ, പലതരം സാധ്യതകൾ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലുണ്ട്. ഒന്ന് എതിരാളികളുടെ ആസൂത്രണമാണ് ഇത്, പോലീസിൻ്റെ വേട്ടയാണിത്, കോടതിയുടെ തെറ്റായ വിധിയാണ് ഇത്, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചു ഒന്നും കണ്ടെത്തിയില്ല. ഇത്തരം മാർഗ്ഗങ്ങളിലൂടെ മറികടക്കാൻ ശ്രമിക്കും. ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിലുണ്ടായിരുന്ന ഏക മാർഗ്ഗം ഇദ്ദേഹത്തെ പുറത്താക്കുക എന്നത് മാത്രമാണ്. ഇതിലൊരു കാര്യം കൂടി സുകേഷ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, അത് രാഷ്ട്രീയ ബന്ധിതമായ വിവാദങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. കാരണം മറ്റ് പല നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇദ്ദേഹം ഒരു ഇരപിടിയൻ സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ്, സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള യുവ നേതാവ്, MLA, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നീ ഗ്ലാമറിനെ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഗ്ലാമറിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ആളുകളെ വലവീശി പിടിക്കുക, അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക, അവർക്ക് ശാരീരികവും മാനസികവുമായ പീഡ ഏൽപ്പിക്കുക, അടുത്തയാളെ തേടി പോവുക. ഒരു ഇരപിടിയൻ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ആളുകൾക്ക് അങ്ങോട്ട് ഹായ് അയച്ച് പരിചയപ്പെട്ട് തുടങ്ങുക, ആളുകളുമായി കൊള്ളാവുന്ന ഒരു ബന്ധമായി കഴിഞ്ഞാൽ അവരുടെ ടെലിഗ്രാം നമ്പർ ചോദിക്കുക, ടെലിഗ്രാം നമ്പർ വഴി, അത് കുറച്ചുകൂടി സീക്രട്ടായിട്ടുള്ള ചാറ്റ് നടക്കുന്ന സ്ഥലമാണ്, അവിടെ ചാറ്റ് ചെയ്ത് അവരുമായിട്ട് ബന്ധമുണ്ടാക്കിയ ശേഷം ലൈംഗികമായി ശാരീരികമായി അവരെ ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം അവരെ ക്രൂരമായി അവഗണിച്ചു പോകും. രണ്ടാമത്തെ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതി, ആ പെൺകുട്ടി ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതിയുടെ ഉള്ളടക്കം വായിച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യത്തോളം മനുഷ്യന്മാരൊക്കെ ഞെട്ടും. ആ പെൺകുട്ടി ഇദ്ദേഹവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു, വീട്ടിൽ പറഞ്ഞ് സമ്മതിക്കുന്നു. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം ഓക്കെ ആവുന്നു, വീട്ടിൽ നിർബന്ധിക്കുന്നു. ഫൈനലി നമുക്ക് എൻ്റെ വീട്ടുകാരും നിങ്ങളെ കാണുമെന്ന് രാഹുൽ അവരെ അറിയിക്കുന്നു.
അങ്ങനെ വന്ന് കാണുന്നതിന് മുൻപ് നമുക്കൊന്ന് പേഴ്സണലി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. അവർക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ ആരെയും കല്യാണം കഴിക്കുന്നില്ല, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് കുടുംബവും കുട്ടികളും തടസ്സമാകാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്ന് ഒറ്റ വാചകം പറഞ്ഞ അദ്ദേഹം. എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇമോഷണലി ആൻഡ് ഫിസിക്കലി തകർന്നിരുന്ന എന്നോട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. എന്നെ ആശ്വസിപ്പിക്കുക പോലും അയാൾ ചെയ്തില്ല എന്ന്. അപ്പോൾ ആ നിലയ്ക്ക് നിഷ്ഠൂരമായ മാനസികാവസ്ഥയുള്ള ഒരു ഇരപിടിയൻ മനുഷ്യൻ, അദ്ദേഹം ആ പാർട്ടിക്കകത്തിരുന്നാൽ, ആ പാർട്ടിയിലെ പദവിയിലിരുന്നാൽ മുന്നോട്ട് പോകുന്നതോറും അത് ആ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു വനിതാ നേതാവ് ഷാഫി പറമ്പലിനെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇയാളെ കൊണ്ടുവന്നാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നിലവരുമെന്ന്. അകത്തുനിന്നുള്ള ആൾക്കാരുടെ പരാതിയാണ് ഇതിൽ കൂടുതലും. പ്രത്യേകം കേൾക്കണം, കാണേണ്ടതാണ്. അപ്പോൾ ഇത് സവിശേഷമായിട്ടൊരു കേസാണ്. അകത്തും ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല, പുറത്തുള്ളവർക്കും ഭയപ്പെടേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസും എൻ്റെ MLA പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ആകർഷിക്കുകയും ആളുകളെ പീഡിപ്പിച്ച് കടന്നു കളയുകയും ചെയ്യുകയാണ്. ആ സവിശേഷത ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കുറച്ചുകൂടി വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ഇതെല്ലാം എക്സ്പോസ്ഡായി. ഇദ്ദേഹം ആളുകളിലേക്ക് എങ്ങനെയാണ് ഇരകളെ തേടി ചെല്ലുന്നത് എന്നതിൻ്റെ ഡിജിറ്റൽ സ്ക്രീൻഷോട്ട്സ് ആൻഡ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് മൊത്തം കിട്ടിക്കഴിഞ്ഞു. സോ അതിനകത്ത് കോൺഗ്രസിന് വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കാലം അല്ലായിരുന്നെങ്കിൽ കൂടി ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് പ്രയാസമായിരിക്കും എന്നാണ്. എന്തായാലും അതിൽ എടുക്കാവുന്നതിൻ്റെ മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോൺഗ്രസിനോട് അതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയില്ല. ചോദിക്കാൻ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ, ഒരു അടിത്തറ ബന്ധവുമില്ലാത്ത ഒരാൾ ഇങ്ങനെ ട്രിക്കുകളിലൂടെ നേതാവായി വരികയും അയാൾ അവരോധിക്കപ്പെടുകയും അയാളൊരു വലിയ തോതിലുള്ള അനുഭാവി വൃന്ദത്തെ, അണികളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുകിടന്നു. അയാൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ പോലും പാർട്ടി ആക്രമിക്കാൻ തക്കവണ്ണം ഒരു ശക്തിയായിട്ട് അതിനെ എങ്ങനെ കൊണ്ടുകിടന്ന് നമ്മൾ കാണേണ്ടതാണ്. അയാളെ നടപടിയെടുത്തപ്പോൾ പാർട്ടിയിലൊരു വലിയ വൃന്ദം ആൾക്കാർ നേതൃത്വത്തെ ആക്രമിക്കാൻ തയ്യാറായി വന്നു. അങ്ങനെയാണ് ഒരു പുതിയ സംസ്കാരം ക്രിയേറ്റ് ചെയ്തത്. പാർട്ടിയുടെ നേതൃത്വം ആകെ നോക്കി നിൽക്കെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഒരു പാർട്ടിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ വളരെ മാസങ്ങൾ കൊണ്ട് മാത്രം ശ്രദ്ധേയനാവുന്നു, നേതാവാകുന്നു, MLA ആകുന്നു, പാർട്ടിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആൾ കൊണ്ടു നടക്കുന്നു. ഏത് സമയത്തും പാർട്ടിയെ പോലും ആക്രമിക്കാൻ കഴിയുമ്പോഴൊന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും പാർട്ടിയിലേക്ക് തിരികെ വരാൻ ആരുടെയും അനുമതി ഇല്ലാതെ ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ ആൾക്ക് പറ്റുന്നു. ഇതൊക്കെ എങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ നടന്നു, ഇനിയും നടക്കുമോ? ആർക്കും നിങ്ങളുടെ പാർട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം കോൺഗ്രസിന് അകത്ത് ചോദിക്കേണ്ടതും അവർ ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ ആ ചോദ്യം ഷെയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റി താരങ്ങളെ അവരോധിക്കുക എന്ന് പറയുന്ന കൾച്ചർ കുഴപ്പം പിടിച്ച കൾച്ചറാണെന്ന്. തിരുത്തേണ്ടുന്ന ആളുകൾ തിരുത്തിയിട്ടില്ല. അദ്ദേഹം ഷാഫി പറമ്പലിനെ ഉന്നമിച്ചാണ് പറഞ്ഞത്. ഷാഫി പറമ്പലാണ് ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് ഷാഫി തന്നെയും സമ്മതിക്കുന്നുണ്ട്. ഷാഫി ഒരു ഘട്ടത്തിലും തിരുത്തിയില്ല, മുന്നറിയിപ്പുകൾ അവഗണിച്ചു, ഇപ്പോൾ പോലും തള്ളി പറയുന്നുമില്ല എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു കാര്യം കോൺഗ്രസിന് ആലോചിക്കാനുണ്ട്. അങ്ങനെ പക്ഷേ ഇത് ഇപ്പോൾ മുതൽ അങ്ങോട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും നൈതികമായ എന്ത് നിലപാട് സ്വീകരിച്ചു. അതിൽ CPM വലിയ വർത്താനമൊന്നും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. CPM അങ്ങനെ നൈതികമായ നിലപാടല്ല ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയല്ല. അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പരാതികളും പോലീസിന് കൈമാറിയ ചരിത്രമൊന്നും ആ പാർട്ടിക്കില്ല എന്ന് നമുക്കറിയാം. ലൈംഗികമായ അതിക്രമം മാത്രമല്ല, മനുഷ്യന് നേരെയും നടത്തുന്ന ഏത് അതിക്രമത്തെയും പാർട്ടികൾ തള്ളിപ്പറയുകയും അത്തരം പണിയെടുക്കുന്ന ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. CPIM അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയല്ല. PK കുഞ്ഞനന്ദൻ TP ചന്ദ്രശേഖരനെ മുഖത്ത് വെട്ടിക്കൊന്ന കേസിലെ മുഖ്യ ആസൂത്രകനാണ് എന്ന് കോടതി കണ്ടെത്തിയ ആളാണ്. പക്ഷേ അത് CPM അംഗീകരിച്ചില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മഹാനേതാവാക്കി കൊണ്ടു നടക്കുകയും ഇപ്പോഴും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു മരണശേഷവും എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ മനുഷ്യത്വത്തോട് ക്രൂരത ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന പരിപാടി എപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ കാണണം. എന്ന് മാത്രമല്ല, ഷാഫി എന്ന് പറയുന്ന കൊലയാളി സംഘത്തിൽപ്പെട്ടയാളുടെ കല്യാണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്, നമ്മൾ കണ്ടതാണ്. മനുഷ്യത്വത്തോട് ക്രൂരത ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു ചോദിച്ചാൽ ഇല്ല. മുകേഷിൻ്റെ കേസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. PK ശശിയുടെ കേസ് നമ്മൾ കണ്ടതാണ്. P ശശി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി വലിയ നേതാവായി ഉയർന്നു വരവേ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തേക്ക് എറിയപ്പെടുന്നത്? ഉയർന്നു വന്ന ആരോപണം എന്തായിരുന്നു? ആരോപണത്തിന് ശേഷം അദ്ദേഹം തിരികെ വരുന്നു, നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. അവിടെ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പവറിന് സമാനതയുള്ള സ്വഭാവമുള്ള ഒരു സീറ്റിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ ഇത്രയും പശ്ചാത്തലമുള്ള ആളുകളെ നോക്കൂ. PK ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച ആളുകൾ ഇന്ന് CPM എവിടെയുമില്ല. അവർ എക്കാലത്തേക്കുമായി എടുത്തെറിയപ്പെട്ടു. ആരോപണം നേരിടുകയും പുറത്തു പോവുകയും ചെയ്യപ്പെട്ട മനുഷ്യൻ തിരിച്ചു വരികയും അതിവേഗത്തിൽ വളർന്ന് സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തുകയും വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുകയും ഇനിയും ഏതൊക്കെയോ പദവികൾ അദ്ദേഹത്തെ തേടി വരാനുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നൈതികതയുടെയും ധാർമ്മികതയുടെയും തലത്തിലും സംസാരിക്കുമ്പോൾ CPM ഇനിയും കോൺഗ്രസിനെ ആക്രമിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ജനങ്ങളെല്ലാ കേസിനെക്കുറിച്ച് ഓർമ്മയുള്ളവരാണ്. ജനങ്ങൾ മറന്നു പോകുന്ന ആൾക്കാരല്ലോ. അവർക്ക് മുകേഷിനെ കുറിച്ച് ഓർമ്മയുണ്ട്, P ശശിയെക്കുറിച്ചും PK ശശിയെക്കുറിച്ചും ഓർമ്മയുണ്ട്, എൽദോസിനെക്കുറിച്ചും വിൻസെൻറ്റിനെക്കുറിച്ചും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം ഇവിടെ ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാരായി നിൽക്കുന്നു, മറ്റെല്ലാ പാർട്ടികളും കുഴപ്പമാണ് എന്ന നില സ്വീകരിക്കുക പ്രയാസമായിരിക്കും. കാരണം ജനം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കോൺഗ്രസിനെ ആക്രമിക്കണം, ഇനിയും കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആക്രമിക്കണം എന്നതാണ് CPMൻ്റെ ലൈനെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നാണ്. എത്രയൊക്കെ ചോദ്യം നിങ്ങൾ ഇനി അങ്ങോട്ട് തൊടുക്കുന്നോ അതേ ചോദ്യങ്ങൾ തിരികെ ആക്രമിക്കപ്പെടും.
മുകേഷ് എന്ന് പറഞ്ഞ വെറുതെ അവിടെ നിൽക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയാകും. പി ശശിയും പി കെ ശശിയും അടക്കമുള്ള ആൾക്കാരുടെ ആക്രമണത്തിന് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് CPIM മറുപടി പറയേണ്ടി വരും. അല്ലാതെ ഈ ഉണ്ടാക്കുന്ന ബഹളത്തിനിടയിൽ കോൺഗ്രസ് മാത്രമായിരിക്കും ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരിക എന്ന് വിചാരിക്കുന്നത് അബദ്ധമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതൊരു സന്ദർഭമാണ് ജനങ്ങളെ സംബന്ധിച്ച്. എല്ലാ പാർട്ടികളും ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിച്ചുള്ള പഴയ പോലെ അല്ലല്ലോ. കാലം ദിവസവും മുന്നോട്ട് പോകുന്തോറും ഇത്തരം കേസുകളുടെ സീരിയസ്നെസ്സും ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ലൈംഗിക അടിമയായി കിടക്കുന്ന ആളാണെന്നൊക്കെ മനസ്സിലാക്കിയ മനുഷ്യനാണ് ലോകം മുഴുവനുള്ളത്. അവർക്ക് നേരെ നടത്തുന്ന ഏതൊരു മെട്രോ സിറ്റീസിനെയും കർശനമായ ഭാഷയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലയ്ക്ക് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യരാണ് കേരളത്തിലുള്ള ആൾക്കാർ. അതുകൊണ്ട് കാലം മുന്നോട്ട് പോകുന്തോറും ഇത്തരം ഓരോ അട്രോസിറ്റീസും കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും ജനം സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന കാര്യവും ജനം ആലോചിക്കും, ജനം ഓർക്കും. അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ കോൺഗ്രസ് മാത്രമാണ് കളത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല. CPM ഒരുപോലെ കളത്തിൽ നിൽക്കുന്നുണ്ട്, മറ്റ് പല കക്ഷികളും കളത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പാർട്ടികളെ ഓഡിറ്റ് ചെയ്യാനുള്ള സന്ദർഭമാണ്. എല്ലാ പാർട്ടികളും അങ്ങനെ ധൈര്യമുള്ളവരാണെങ്കിൽ അവർ ഈ വിഷയം തന്നെ റേസ് ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിക്കാം. അത് ചർച്ചയാക്കപ്പെടട്ടെ. അതിൻ്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, ജനമെല്ലാം കാണുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ അതിൽ കോടതി നടപടി ഉണ്ടായാൽ മാത്രം അവരെ മാറ്റി നിർത്തൂ എന്നുള്ള നിലപാടൊക്കെ പാർട്ടികൾ തിരുത്തണം. എന്നാൽ മാത്രമേ അവർ മുന്നോട്ട് വെക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ.